ഓം ശാന്തി. ബാബയുടെ എല്ലാ പൊന്നോമന മക്കൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. 1/1/2025 ബാബ ഇന്ന് പറഞ്ഞതിതാണ്: മധുരമായ കുട്ടികളെ, നിങ്ങൾ ജ്ഞാനം വർഷിച്ച് ഹരിതാപമാക്കുന്നവരാണ്. നിങ്ങൾക്ക് ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. ചോദ്യം: മഴ പെയ്യിക്കാത്ത മേഘങ്ങൾക്ക് എന്തു പേരാണ് നൽകേണ്ടത്? ഉത്തരം: അവരാണ് മടിയരായ മേഘങ്ങൾ. മിടുക്കരായ മേഘങ്ങൾ മഴ പെയ്യിച്ചുകൊണ്ടിരിക്കും. അഥവാ ധാരണയുണ്ടെങ്കിൽ പെയ്യിക്കാതിരിക്കുവാൻ സാധിക്കില്ല. ആരാണോ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാത്തത്, അവരുടെ വയറ് ഒട്ടിയതായിരിക്കും. അവർ ദരിദ്രരാണ്. അവർ പ്രജയിലേക്ക് പോകുന്നവരാണ്. അടുത്ത ചോദ്യം: ഓർമ്മയുടെ യാത്രയിലുള്ള മുഖ്യമായ പ്രയത്നം ഏതാണ്? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കുക. ബാബ എന്താണോ എങ്ങനെയാണോ അതേ സ്വരൂപത്തിൽ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുക. ഇതിൽ തന്നെയാണ് പ്രയത്നം. സാഗരത്തിൻ്റെ മുകളിലാണ് മേഘങ്ങൾ നിൽക്കുന്നത് എങ്കിൽ മേഘങ്ങളുടെ അച്ഛൻ സാഗരനാണ്. ബാബയാകുന്ന സാഗരത്തിലെ അടുത്തേക്ക് വരുന്നത് നിറയ്ക്കുന്നതിനായാണ്. വളരെ നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവർ രാജാ റാണിയായിത്തീരുന്നു. മറ്റുള്ളവർക്ക് സാധാരണ പദവിയും ലഭിക്കുന്നു. എത്ര വലിയ വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരുമുണ്ട്, ആർക്കും തന്നെ ആത്മജ്ഞാനമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ദുഃഖധാമമാണ്. നിങ്ങൾ ശാന്തിധാമത്തെയും, അതായത് മധുരമായ വീടിനെയും ഓർമ്മിക്കണം. നിങ്ങൾ കുട്ടികളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ സാമഗ്രികളാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു, ഭഗവാൻ വളരെ സമർത്ഥനാണ്, ഭഗവാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാബ പറയുന്നു, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ബാബയാണ് ലോകത്തിലെ മഹാത്ഭുതമായ സ്വർഗത്തെ രചിക്കുന്നത്. അതിനെ ഹെവൻ, പാരഡൈസ് എന്നിങ്ങനെ പല പേരുകളും പറയുന്നു. പുരുഷാർത്ഥം കൂടാതെ ആർക്കും ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കർമ്മം കൂടാതെ ആർക്കും ഒരു സെക്കൻഡ് പോലും ഇരിക്കുവാൻ സാധിക്കുകയില്ല. പരമപിതാവായ പരമാത്മാവ് വന്ന് എല്ലാവരെയും സുന്ദരനാക്കി മാറ്റുന്നു. നിങ്ങൾ കറുത്തവരിൽ നിന്നും വെളുത്ത സുന്ദരനായിത്തീരുന്നു. എത്ര സുന്ദരനായ സാജനാണ്! ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. എങ്ങനെയാണോ ആത്മാവിനെ കാണാൻ സാധിക്കാത്തത്, അനുഭവിക്കാനല്ലേ സാധിക്കൂ, അതുപോലെ പരമാത്മാവിനെയും അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ. ധാരണയ്ക്കുള്ള പോയിന്റ് 1: സ്വച്ഛബുദ്ധിയായി ഈ അത്ഭുതകരമായ ജ്ഞാനത്തെ ധാരണ ചെയ്ത് ബാബയ്ക്കു സമാനം മാസ്റ്റർ ജ്ഞാനസാഗരനായി തീരണം. ഈ ജ്ഞാനത്തിലൂടെ സർവ്വഗുണങ്ങളെയും സ്വയത്തിൽ ധാരണ ചെയ്യണം. അടുത്ത പോയിന്റ്: എങ്ങനെയാണോ ബാബ തൻ്റെ ശരീരം, മനസ്സ്, ധനം സേവനത്തിനായി സമർപ്പണം ചെയ്തത്, ബലിയർപ്പണമായത്, അതേപോലെ ബാബയ്ക്കു സമാനം തൻ്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. സദാ റീഫ്രഷ് ആയിരിക്കുന്നതിനായി ലക്ഷ്യത്തിൻ്റെ ചിത്രത്തെ സദാ കൂടെ വയ്ക്കണം. വരദാനം: ഏകരസ സ്ഥിതിയിലൂടെ സദാ ഒരു ബാബയെ ഫോളോ ചെയ്യുന്ന പ്രസന്നചിത്തരായി ഭവിക്കൂ. താങ്കൾ കുട്ടികളെ സംബന്ധിച്ച് ബ്രഹ്മബാബയുടെ ജീവിതം ഒരു കൃത്യമായ കമ്പ്യൂട്ടറാണ്. ഇക്കാലത്ത് കമ്പ്യൂട്ടർ മുഖേന ഏത് പ്രശ്നത്തിൻ്റെയും ഉത്തരം ചോദിക്കാറുണ്ട്. അതേപോലെ മനസ്സിൽ ഏത് പ്രശ്നം വന്നാലും അപ്പോൾ എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, എന്തിനു പകരം ബ്രഹ്മബാബയുടെ ജീവിതമാകുന്ന കമ്പ്യൂട്ടറിൽ നോക്കൂ. അപ്പോൾ എന്ത്, എങ്ങനെ എന്നിവ ഇങ്ങനെ എന്തിലേക്ക് പരിവർത്തനപ്പെടും. പ്രശ്നചിത്തരാകുന്നതിന് പകരം പ്രസന്നചിത്തരായി മാറും. പ്രസന്നചിത്ത് അർത്ഥം ഏകരസ സ്ഥിതിയിൽ ഒരു ബാബയെ ഫോളോ ചെയ്യുന്നവർ. സ്ലോഗൻ: ആത്മീയ ശക്തിയുടെ ആധാരത്തിൽ സദാ ആരോഗ്യവാനായി ഇരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യൂ. ഓം ശാന്തി.